ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കിവിടെ കുറെ ജോലി ബാക്കിയുണ്ട്. അമ്മയും കൂടി വാ അമ്മേ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയില്ലേ? അത് സാരില്ല മോളെ. ഒന്നാമതേ ഞാൻ ഇന്ന് സ്കൂളിൽ വരാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പിന്നെ ഞാനിന്ന് നമ്മുടെ മുറിയൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അമ്മയും ശിശിരയും കൂടി ചെയ്തോളൂ. സാറിന് അതൊരിക്കലും തെളിയിക്കാനും പറ്റില്ല. സാറ് പോയി യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ നോക്ക്. മിക്കവാറും ഇവനിത് സംസാരിച്ച് കുളമാക്കും. ഇയാൾക്ക് ഇതുവരെ അത് ഞാനാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് ഭാഗ്യം. മനസ്സിലാവും, എനിക്കെല്ലാം മനസ്സിലാവും. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നീ എന്നോട് പകരം വീട്ടിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിന്നെ ഞാൻ എടുത്തോളാം. വ്യക്തമായിട്ടുള്ള തെളിവുമായി ഞാനൊരു വരവ് വരും. അന്ന് നിന്റെ അന്ത്യം ഒരിക്കും. സൂക്ഷിച്ചോ. ഓ, സൂക്ഷിച്ചോളാം. ഇപ്പൊ സാർ ചെന്നാട്ടെ. സാറേ, സച്ചി പറഞ്ഞ് സത്യ. സാറിന് പണി തന്നത് ഇവനല്ല. പിന്നാരടാ, നീയാണോ? എന്റെ കോട്ടേഴ്സ് കയറി എനിക്കിട്ട് പണിഞ്ഞതേ ദാ ഇവൻ തന്നെയാ. ഇരുട്ടിൽ മുഖം കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്കത് ഉറപ്പാ. തെളിവുകളായിട്ട് ഞാൻ വീണ്ടും വരും. നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. സാർ തെളിവും കൊണ്ടുവാ. ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഇവിടെ ടാക്സി ഓടിക്കുന്നതിനേക്കാളും ലാഭം ജയിലിൽ പോയി കിടക്കുന്നതാ. ഇപ്പോ തടവുകാരുടെ ശമ്പളമൊക്കെ വല്ലാതെ അങ്ങ് കൂട്ടിയില്ലേ? നീ വല്ലാതെ അങ്ങ് തിളക്കല്ലടാ. നീ ചെവിയെന്നുള്ളിക്കോ. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടിയിരിക്കും. വണ്ടി എടുത്ത് മാറടാ. എന്റെ ഈശ്വര, ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. മോനെ സച്ചി, എടാ, അയാളുടെ കൈ തല്ലി ഒടിച്ചത് നീ തന്നെയാണോടാ? ഏയ്, ഞാനൊന്നുമല്ല. അതെ, ആ കേസിൽ അമ്മ സച്ചിയേട്ടനെ സംശയിക്കണ്ട. പ്രതി ഇവിടെ തന്നെ ഹാജരുണ്ട്. ഏട്ടന് എങ്ങനെ ധൈര്യം വന്നു? എന്തായാലും അയാളേട്ടനെ തിരിച്ചറിയാതിരുന്നത് ഭാഗ്യം. അയാളൊരു പരമനാറിയ. സച്ചിയെ ലോക്കപ്പിലിട്ട് ഇടിച്ച് ശരിയാക്കിയപ്പോഴേ ഞാൻ കരുതിയതാ അയക്കോട്ട് ഒരു പണി കൊടുക്കണമെന്ന്. അയാൾ അവന്തികയുടെ വലം കയ്യാ. അവന്തികയ്ക്ക് വേണ്ടിയാ അയാൾ ഇതെല്ലാം ചെയ്യുന്നത്. അവനത് വേണം. ഭാഗ്യത്തിനാ അയാൾക്ക് അനുപേട്ടന് മനസ്സിലാവാതെ പോയത്. എന്നാലും എടാ മോനെ, സത്യത്തിൽ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിനക്ക് ഇതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോടാ? ആ, സൂക്ഷിക്കണം. അയാൾ ഇനി വരുമെന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നാലും അനുപേട്ട ഇക്കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. ആ, ആദ്യമേ തന്നെ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞ നിങ്ങൾ ആരും ഇത് സമ്മതിക്കില്ല. അത് ശരിയാ. സച്ചേച്ചാ, സമയായി, നമുക്ക് പോവാം. പോവാം, വാ. ആ, എന്തായാലും അനുപേട്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ.
കഴിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഇത് തന്നെ കൂടുതൽ. ഛെ, എന്താ ഗൂഗിൾ ഇത്? കുറച്ചുകൂടി കഴിക്ക്. ഉച്ചക്കിനി ഏത് സമയത്ത് കഴിക്കാനാ? സ്കൂളിലെ പരിപാടിയൊക്കെ കഴിയുമ്പോ ഒരു നേരം ആവും. അവള് പറഞ്ഞത് കേട്ടില്ലേ മോനെ, 2 കൂടി കഴിക്കേ. ഓ മതിയമ്മേ. ഇപ്പൊ തന്നെ അമ്മ അച്ഛനെ 4-5 ഇടിയപ്പം നിർബന്ധിച്ച് കഴിപ്പിച്ചു. ആ പക്ഷേ അമ്മ എന്നോട് ഒരെണ്ണം പോലും വേണോന്ന് ചോദിച്ചില്ല. ശ്ശോ, അയ്യോ, അമ്പടി ഭയങ്കരി. അവളുടെ ഒരു കുശുമ്പ് കണ്ടില്ലേ? ആട്ടെ, ഇന്ന് സ്കൂളിൽ എന്താ ഫംഗ്ഷൻ? ഫാദേഴ്സ് ഡേ. എല്ലാ കുട്ടികളുടെയും അച്ഛന്മാരിന്ന് സ്കൂളിൽ വരും. എന്താ ഈ ഫാദേഴ്സ് ഡേ? കുടുംബത്തിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും മാത്രം ജീവിക്കുന്ന അച്ഛന്റെ സ്നേഹവും ത്യാഗവും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എവിടെ മനസ്സിലാവാന്? കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ദിവസമാണ് ഇത്. കൊള്ളാം. എന്തായാലും സ്കൂളിലെങ്കിലും അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു പേടിയില്ല. പല കുട്ടികളും ഇപ്പോ അച്ഛന്മാരോട് ചോദിക്കുന്ന എങ്ങനെയാ, ഹായ് ബ്രോ, ക്യാൻ ഗിവ് മീ സം മണി എന്നൊക്കെ. അപ്പൊ തനിക്ക് ഇങ്ങനെയൊക്കെ കളിയാക്കാൻ അറിയാല്ലേ? ഓ, താൻ പണ്ട് മിമിക്രി പഠിച്ചിട്ടുണ്ടോ? അച്ഛന്മാരെന്തിനാ പേടിക്കുന്നേ? അച്ഛനും മക്കളും തമ്മിൽ സ്നേഹിക്കല്ലേ വേണ്ടേ? ആ ആ, എനിക്കെന്റെ അച്ഛനെ പേടിയില്ലല്ലോ. അമ്പടി, നീയാള് കൊള്ളാലോ. മോള് പറഞ്ഞത് കറക്റ്റ് അല്ലേ? മക്കളാരും അച്ഛനമ്മമാരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്ന മക്കളെ കുറിച്ചാ ഇപ്പൊ വാർത്തയിലൊക്കെ കാണുന്നത്. ഒരുപാട് കേസുകൾ ഇപ്പോ വരുന്നുണ്ട്. കൂടുതലും ഈ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആയ കുട്ടികളാ. അല്ല, എന്തൊക്കെയാ ഫാദേഴ്സ് ഡേക്കുള്ള ആഘോഷങ്ങൾ? ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് പരിപാടികളുണ്ട്. ആഹാ. അച്ഛന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കും, അച്ഛന്മാരെ കുറിച്ച് പ്രസംഗിക്കും, പിന്നെ മക്കളെ കൊണ്ട് അച്ഛന്മാരെ കണ്ടുപിടിപ്പിക്കുകയും ചെയ്യും. ആഹാ, അത് കൊള്ളാലോ. എന്തായാലും ഗൂഗിളിലെ ഇന്നത്തെ ദിവസം മുഴുവൻ സ്കൂളിൽ ചെലവാക്കേണ്ടി വരും. അതിനെന്താ, വർഷത്തില് മുഴുവൻ ദിവസവും കോടതിയും കേസും ഒക്കെ നടക്കല്ലേ. ഇതിപ്പോ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ. ഡോ, താനും കൂടെ വേഗം കഴിച്ച് റെഡിയാവാൻ നോക്ക്. നമുക്കിന്നത്തെ ഫാദേഴ്സ് ഡേ ആഘോഷാക്കികളെ. അയ്യോ, ഞാനില്ല. അച്ഛനും മോളും കൂടി അങ്ങ് പോയാ മതി. എനിക്കിവിടെ കുറെ ജോലി ബാക്കിയുണ്ട്. അമ്മയും കൂടി വാ അമ്മേ, ഇല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കായി പോവില്ലേ? അത് സാരില്ല മോളെ. ഒന്നാമതേ ഞാൻ ഇന്ന് സ്കൂളിൽ വരാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പിന്നെ ഞാനിന്ന് നമ്മുടെ മുറിയൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആഹാ, എടോ, അതൊക്കെ അമ്മയും ശിശിരയും കൂടെ ചെയ്തോളൂ. മോൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്തതല്ലേ, താനും കൂടെ വാ. മോക്കാണോ അച്ഛനാണോ ഇപ്പൊ ഞാൻ വരണമെന്ന് നിർബന്ധം?